മീൻ ഉണ്ടാക്കുകയാണ് മാസിയെ. അപ്പം നമ്മളെ ജ്യൂസ് അടിക്കണം. കുറേ ദിവസമായിട്ടോ വീഡിയോസ് ഇട്ടിട്ട് വെച്ചാൽ സൺഡേത്തെ വിശേഷം എടുത്ത് വെച്ചിട്ട് അതുപോലും ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. മൊത്തം ഒരു തട്ടിത്തിരിച്ചിലായിരുന്നു കേട്ടോ. കറണ്ടില്ല 3 ദിവസമായിട്ട്. ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്. ഇന്നാണ് ഇപ്പം കറണ്ട് വന്നു പറഞ്ഞു കേട്ടോ. കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തം ഒരു ഷോക്കായിരുന്നു അല്ലേ. അപ്പോൾ ഇതുണ്ട് മാസി. കോഴി മാസി ഹായ് പറയും. കോഴികളെ അവർ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ തലയൊക്കെ. അപ്പോൾ ഇന്നലെ തൂതപ്പൂരായിരുന്നു കേട്ടോ. തൂതപ്പൂരത്തിന് രാജേണ്ണ അപ്പൂസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മഴയും ഞങ്ങളൊന്നും പോയില്ല കേട്ടോ. കൊല്ലം പോവലൊക്കെ ഉണ്ട്. മോന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മോനിട്ട വന്നിട്ടുണ്ട്. തറവാട്ടിലെ അനിയൻ്റെ കുട്ടിയാണ്. അപ്പോൾ ജ്യൂസ് അരക്കാൻ മാങ്ങ കൊണ്ടുവന്നിട്ട് അവർ കുറേ പഴുത്ത മാങ്ങ കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു കറണ്ട് ഉണ്ടെങ്കിൽ വല്ലപ്പോൾ ജ്യൂസ് അടിച്ച് തന്നേന്ന് പറഞ്ഞു. അപ്പോൾ പറയാ കറണ്ട് ഇപ്പോൾ വന്നില്ലേ, അപ്പം എന്നാൽ വേഗം ജ്യൂസ് അടിക്കുകയെന്ന്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഡ്യൂട്ടി ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം പോകണം. 2 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും ഒരുങ്ങി പോകണം. അപ്പം തന്നെ 10-11 മണിയായിട്ടാണ്. അപ്പം തന്നെ രാജേട്ടനിക്ക് കൊണ്ടുവന്ന പണിയത്. നമ്മുടെ വത്തള മീനില്ലേ, എത്ര നേരമായി ഇത് മെരിക്കണം വെച്ചിട്ടാ. ചെറിയ മീനാണ്. ഇന്ന് രാജേട്ടൻ ലീവാണ് കേട്ടോ. ഒന്നും പോയിട്ടില്ല. എല്ലാവരും വെയിറ്റിങ്ങിലാണ് മീൻ്റെ തലയ്ക്ക്. എന്നിട്ട് കോഴികളും കോഴികൾക്കും ഭയങ്കര ഇഷ്ടമത്. അപ്പോൾ രാജേട്ടൻ എന്ത് പറയാം, നമ്മളതിൽ മാങ്ങല്ലേ, അതിൽ കുറച്ച് പച്ചമാങ്ങ പറിച്ചിട്ട് അച്ചാറിടാൻ വെച്ചിട്ട് പഴുത്ത് നമുക്കിപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അച്ചാറിടാൻ വെച്ചിട്ട് അവിടെ നിന്ന് അച്ചാറിടാൻ കേട്ടോ. പിന്നെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാക്കട്ടെ എനിക്കറിയില്ല കേട്ടോ. കറിയേ. അപ്പം മീനുണ്ട്. ഇത് വേണമെങ്കിൽ വറുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവും. പിന്നെ കുളി കഴിഞ്ഞ ഉടനെ അങ്ങനെ വേഗം ഇരുന്നാണ്. അപ്പോഴാണ് കറണ്ട് വന്ന് പറഞ്ഞ് നമ്മുടെ സംഭവങ്ങളൊക്കെ അരയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടനി. അതൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട്. ചിരകി വെച്ചിട്ടില്ല. ഇവിടെ ഇവരെ കഴിച്ചോളൂ. അപ്പോൾ വേഗം ഒന്ന് കഴുകട്ടെ കേട്ടോ. കഴുകിയെടുക്കട്ടെ. ഓടി കളിച്ചിട്ടായിരിക്കും. തറവാട്ടിൽ നിന്ന് വരുമ്പോഴേ കണ്ട മാങ്ങ ഉണ്ടാ പഴുത്തും പഴുത്തതും കിട്ടുന്ന കുറേ ഉണ്ട്. ജ്യൂസ് ഒക്കെയാണ് ചെയ്യാച്ചിട്ടേ ജ്യൂസ് ഉണ്ടാക്കില്ലേ. പക്ഷെ കറണ്ടില്ലായിട്ട് നല്ല കാരണം കണ്ട ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. നേരെ ഉണ്ടോ അറിയില്ല. പായസം അയ്യപ്പൻകാവിലെ പായസം അമ്മൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടത്. കടല പായസമല്ലേ. അപ്പം അത് കൊടുത്ത് കുട്ടി വീഴും. ഒരു കിട്ടില്ല വേണ്ട. കുറേ ദിവസമായി അവിടെ അമ്മ എന്നും അമ്പലത്തിൽ പോകുമ്പോഴേ അമ്മയ്ക്ക് എന്നും കിട്ടും കേട്ടോ. രാജുവിന് മാങ്ങ മുറിക്കലാന്ന് പണിയിട്ട് കേട്ടോ. നമ്മളെ ആദ്യത്തെ മാങ്ങയും പറിച്ചിരുന്നു അച്ചാറിടാച്ചിട്ട്. ഇത് കണ്ട അപ്പൊ അച്ചാറുണ്ട് അതിനാട്ടോ. അടുത്ത നമുക്ക് എപ്പോഴും കിട്ടുമല്ലോ. രാജനാണത്. ആന വീണ നേരത്തെ. പായസം വേണോ? ആർക്കും പായസം വേണ്ടേ? പായസം വേണോ? മോന് മധുരൊന്നും ഇഷ്ടമല്ല. മോന് വേണോ? ആര് മൂക്കും ചോറുണ്ടോ? ഓ മാന്തി മുറിയാക്കി. മാന്തിയതാ ആണോ? ചോറിന ഓഹോ എന്താ എടാ നോക്ക് മാസി വേണ്ടേ? വാ. അതിന് വേണ്ടാന്ന് അടിപൊളി പുളിയുള്ള മാങ്ങട്ടോ. ഇതോ ഇത് വേണമെങ്കിൽ അറിയാം. കഴിഞ്ഞോളൂ നമുക്ക് ഇടാലോ. അപ്പോൾ രാജേട്ടൻ്റെ അച്ചാറിന് മുറുക്കിയത് തിരുമ്പൽ ഫുള്ള് കഴിഞ്ഞിട്ടൊന്ന് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ഒരു മഴ പെയ്തപ്പോൾ നമ്മൾ അതിലൊക്കെ ഇട്ടണം ഉണങ്ങാനിട്ട്. അപ്പോൾ 11:30 ഇട്ട സമയം. ഇനി വേഗം നോക്കട്ടെ കേട്ടോ പണികൾ. ഇന്ന് നമ്മുടെ മാങ്ങ അന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ കഴിച്ച ചെറിയ മാങ്ങല്ലേ, കറണ്ടിലാണ്ട് ഫ്രിഡ്ജിൽ കിടക്കാൻ ഞങ്ങൾക്ക് കേട്ടിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ എന്ത് ചെയ്തറിയോ വേവിച്ച് വെച്ചു കേട്ടോ. ഇപ്പോൾ ശർക്കരയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചു കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ വേവിച്ചിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമുക്ക് കറണ്ട് ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കടുകും തേങ്ങയും മോരൊഴിക്കുക. വെള്ളത്തിന് പകരം കുറച്ച് മോരൊഴിച്ചിട്ട് കൂട്ടി തോന്നുന്നു. അത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഓർമ്മ ഇടയ്ക്കിടയ്ക്കത്
വേഗം അരക്കട്ടെ. ഇനി കറണ്ടെങ്ങാനും പോയാലോ വെച്ചിട്ട്. കാരണം ഇനി മാങ്ങ നമുക്ക് കിട്ടാനില്ല കേട്ടോ. അങ്ങനെ എല്ലായിടത്തും പഴുക്കൽ തുടങ്ങിയില്ലേ. വെള്ളം ഇത് വേഗം അരച്ചിട്ട് കറണ്ട് പോവാതിരിക്കട്ടെ. ചക്ക ഉണ്ടാക്കണോടി വേഗം കുറച്ചെടുത്തിട്ടാക്കിയാലോ. മീന് നമ്മളെന്ത് ചെയ്തു തുടങ്ങി. ഇവിടെ മീനിങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുളി വെള്ളത്തിലിട്ട്, കാരണം സമയമല്ലല്ലോ, കുറച്ച് സമയമുള്ളൂ. അപ്പൊ വേഗം വേഗം കറി വെക്കാൻ വേണ്ടി പുളി വെള്ളത്തിലിട്ട് വെച്ചു. വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അമ്പഴപ്പുളിശ്ശേരി അല്ലേ. കുട്ടികളെ ഓടി വീഴുള്ളൂ. അവര് കുറെ ദിവസമായി മാറി ഇങ്ങോട്ട് കളിക്കാൻ വന്നിട്ടാ. അപ്പൊ അതിന്റെ സന്തോഷ പ്രകടനാണ്. എന്തായാലും വെള്ളം കളയേണ്ടത്. വെള്ളം കുട്ടികളെ വീഴൂടാ. വെള്ളം നല്ലാണ്ട വേണ്ട കുഞ്ഞു വീഴട്ടാ. നോക്കിട്ട് നെയ്യ് ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നെയ്യ് ഒഴിച്ച അവിടെ ഒന്നും ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോ നമുക്ക് ഇങ്ങനെ മതി അല്ലേ. വേണ്ട ഇനി മാമ്പഴപ്പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കലുണ്ടല്ലോ. അത് ലാസ്റ്റ് ഉണ്ടാക്കലാട്ടോ. ലാസ്റ്റ് ഉണ്ടാക്കലാണ്. കാരണം ഇനി നമുക്ക് ഇങ്ങനത്തെ മാങ്ങ കിട്ടില്ല. ഇങ്ങനത്തെ മാങ്ങ എല്ലായിടത്തും വീണ് കഴിഞ്ഞു. വേഗം പഴുത്തിട്ട് വീണ് കഴിഞ്ഞു കേട്ടോ. സൂപ്പറായിട്ട് ചട്ടിയുടെ മിനിയാന്നത്തെ കാറ്റും മഴയില്ലേ, അന്ന് ഇവിടെ കരണ്ട് പോയതാ പറഞ്ഞില്ലേ. അന്ന് നമ്മുടെ കുന്നക്കാവില് രാജേന്റെ ഒരു കൂട്ടുകാരൻ്റെ കേട്ടോ. അവരുടെ അവിടെ പാടത്ത് വാഴക്കൃഷി ഉണ്ടാകും കേട്ടോ. ഫുള്ള് വാഴ വീണു. കാണിച്ചു തരാം കേട്ടോ. നമ്മള് കണ്ടാ നേന്ത്രക്കൊലയാണ് കേട്ടോ. അത് കണ്ടോ, പാവം തോന്നുക. കാരണം ഓണൊക്കെ ആകുമ്പോഴേക്കും ഉള്ള കൊലയാണ്. ഫുള്ള് പൊട്ടി വീണു. അപ്പോൾ നമുക്കൊക്കെ ഉപ്പേരിക്ക് തന്നിട്ടോ. ഉപ്പേരി അപ്പം എന്താ പറയാ, കുന്നക്കാവില് എല്ലായിടത്തും കായപ്പേരി എല്ലാരോടും. എന്നുവെച്ചാൽ ഇങ്ങനെ വീണിട്ടേ കഴിക്കില്ല. കുട്ടിയോട് വീഴുവോ? ഈ കറി പോരാനിട്ടാ. കാരണം അപ്പൂസും അമ്മൊന്നും ഈ കറി കൂട്ടിയിട്ട് ചോറുന്നില്ല. നമുക്ക് ഇവിടെ വെക്കാം സൈഡിൽ. ഇനി ഞാൻ വേഗം നോക്കട്ടെ കേട്ടോ. ഉപ്പേരി ഇതാക്കാൻ വെച്ചേ. നമ്മുടെ അതിന് ഒരു കായ എടുത്ത് കുറച്ച് പയറും കൂടെ എടുത്ത് ഉപ്പേരി വെച്ചു. ഇനി മീൻ വറക്കണം. വേഗം കാണിക്കട്ടോ. ബാക്കി ആയിട്ട് കാണിക്കട്ടോ. ഇതെന്നാ കൊട്ടിയൂർ കുന്നക്കാവ് അയ്യപ്പങ്കാവുന്ന ഞങ്ങളെ കൂട്ടാണ്ട മോളെ പരിപാടി കേട്ടാ. കൊട്ടിയൂര് തീർത്ഥയാത്ര രാജേട്ടൻ പറയാ നമുക്ക് പോയാലോ എന്ന്. രാജേട്ടൻ പോട്ടെ എന്നപ്പോ പറഞ്ഞ ഞാനുണ്ട്. ഞാനില്ലാണ്ട് കൊണ്ടുപോയി സമ്മതിക്കും. ഞാൻ എപ്പോഴും പറയും. എന്നാലും രാജേട്ടൻ ഗുരുവാഴ്ച പറയുമ്പോ ഞാൻ പറയും എന്നെ കൂട്ടാണ്ട് പോയി സമ്മതിക്കൂന്ന് ഞാനും പോരും പറഞ്ഞു. അപ്പൊ നമ്മുടെ സംഭവങ്ങള് മീന് വറുത്ത് വെച്ചു. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. കായപ്പേരി പിന്നെ അച്ചാർ റെഡിയാക്കിട്ടാ. അച്ചാർ സംഭവം റെഡിയാക്കി. മീന് കുറച്ച് വത്തലെടുത്ത് കറി വൈകുന്നേരത്തേക്ക് വെച്ചിട്ടോ. പിന്നെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാല് എവിടെ കത്തി വെച്ചു. കത്തി ഇവിടെ അവിടെ ഉണ്ട്. നമ്മുടെ ചക്കേ വെച്ചിട്ടില്ല കേട്ടോ. നല്ല പച്ച ചക്കയാണ്. അപ്പോൾ നമുക്കിത് വേഗം ഉണ്ടാക്കാം. ഇനി സമയം എത്ര അറിയോ? 12:30 കഴിഞ്ഞു. 12:30 1 മണി 1:30 ആകുമ്പോഴേക്കും എനിക്ക് റെഡി ആവണം കേട്ടോ. അപ്പോഴേക്കും വേഗം ഇത് കുക്കറിലല്ലേ, ഇത് വേഗം ഉണ്ടാക്കട്ടെ. നമ്മുടെ ചക്കക്കൂട്ടാൻ അടുപ്പത്തട്ടാ. നല്ലോണം വെന്തുടങ്ങണ ചക്കയാണ് കേട്ടാ. ഇതിലേക്ക് നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ചെറുജീരകവും കുരുമുളക് ചക്കരൊക്കെ ഉണ്ട് അല്ലേ. നമുക്കിവിടെ നന്നായിട്ടോ. ഞാൻ വേഗം അരച്ചു വെച്ചു. പക്ഷെ കറണ്ടില്ല. കറണ്ട് വീണ്ടും പോയിട്ടാ. അതുകൊണ്ട് വേഗം അരച്ച് നന്നായിട്ടാ. 1 മണി കഴിഞ്ഞു. മോനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ.
മാസി അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ചോറ് എന്നിട്ട് മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ട് മീൻകറി ഉണ്ട്, മീൻകറി. അവന് കൊടുക്കണ്ടേ. അപ്പൊ രാജേട്ടൻ പറയാണേ, നമ്മളീ ചക്കല്ലേ കുറച്ച് വണ്ടി കൊണ്ടുപോയിക്കോ. ഓരോന്നും കൊടുത്താ ഓരോ ഇതാ മീൻകറി വേണ്ടത്ര. ഇപ്പൊ കൊടുക്കതാവട്ടെ, ഇതിപ്പോ വറുത്തിട്ടു നോക്കുമ്പോ ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ചക്ക വെള്ളം കേട്ടോ. ഇങ്ങനെ ചക്ക 2 വിസില് ചക്കട മടലും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ കണ്ടോ ഞാൻ പായിട്ടോ ചക്ക കൂട്ടാനും കൂടെ ആയിട്ട് ആയി. കുറച്ച് കുറവുണ്ട്. ഇതൊന്ന് വറുത്തിട്ടോ, ഒന്ന് വറുത്തിട്ടാണ് അല്ലേ കാണ്ട എടുത്ത് വിട്ടുപോയിരിക്കണോ. അപ്പേ നമ്മളെ കറികളൊക്കെ ആയിട്ടോ. ചക്കക്കൂട്ടാനിതാ ആയിട്ടുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. മാസി മറ്റേ കറി കൂടി കഴിക്കുക. തണുത്ത വെള്ളം തരാം അവര് തണുത്ത വെള്ളത്തിന്. രാജേട്ടൻ അവിടെ പോയിരിക്കണം, നിങ്ങൾ വരും സാർ ഈ കറികളൊക്കെ വെക്കട്ടെ. അപ്പൊ ഞങ്ങൾ ചോറിനിട്ട് വേഗം പുറപ്പെടണം. 1:30 ആയിട്ടാ. ഞാൻ കഴിക്കട്ടെ. അപ്പോഴേ സമയം 2:10 ആയിട്ട് 2 മണിക്ക് കയറണം. അപ്പൂസിനെ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോട്ടെ കേട്ടോ. പോയി വന്നിട്ട് വിശേഷം കണ്ടിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. സ്കൂൾ കുട്ടികളെ നമ്മൾ ബെല്ലടിക്കില്ലേ, ബെല്ലടിക്കുമ്പോൾ ഓടിപ്പോവാൻ നിൽക്കില്ല. അതുപോലെ റെഡി ആയിക്കോട്ട് നിൽക്കുക കേട്ടാ. ഒരാൾ അവിടെ ഉണ്ട് ബീനസ്റ്റ്, ബാക്കിലിതാ വേറൊരാളുണ്ട് കേട്ടാ അല്ലേ. പണ്ട് ജനഗണമന ചെല്ലുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാകും. ജനഗണമന ലാസ്റ്റ് ജയന്നാകുമ്പോഴേക്കും കാലം ഓട്ടം. 8 മണിയാകാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടാ. 8:30 ഞങ്ങൾ വന്നപ്പോട്ടോ. വന്ന് രാജേട്ടൻ അപ്പൂസ വന്നിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏരക്കുളത്തേക്ക്. അപ്പം ഞങ്ങൾ ചോറിന് ഉച്ചക്കത്തെ സ്പെഷ്യൽ കേട്ടതാ. മീൻകറി ഉണ്ട്, മീൻ വറുത്തത് അതൊക്കെ തന്നെ ഉച്ചയ്ക്ക് തരാം. പക്ഷെ ഞാൻ ചക്കക്കൂട്ട് എടുത്തത് കേട്ടോ. ഉച്ചയ്ക്ക് ആ പോണ പ്രതിയിലേക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റില്ല. ചക്ക കണ്ടാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ വെറുതെ വിടൂലല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. ഇനി പാത്രം കഴുകാനും ഒക്കെ ഉണ്ട് കേട്ടോ. ആ അവരുടെ കാവലിരിക്കണപ്പോൾ പൂച്ച അവിടെ വന്നിരിക്കണ അകത്തേക്ക് കയറിനോ. അവിടെ അകത്ത് കയറിയിരിക്കണേ. ഇവിടെ ആരെന്നെ നോക്കിയിരിക്കണം അവിടെ. അപ്പം നമ്മുടെ വിശേഷം നിർത്തുക കേട്ടോ. ബൈ.